അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ ഉസ്താദന്മാരെ, സഹോദര സഹോദരികളെ, പ്രിയ കൂട്ടുകാരെ, മുത്തു റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ പരിശുദ്ധമായ സ്വലാത്തിനെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ സംസാരിക്കുന്നു. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഒരു ചെറുപ്പക്കാരനെ ഞാൻ മക്കയിൽ വെച്ച് കണ്ടു. ആ ചെറുപ്പക്കാരൻ ഏത് അടി വെച്ചാലും സലാത്താണ് ചൊല്ലുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്താണ് ചൊല്ലുന്നത്. സാധാരണ തവാഫ് ചെയ്യുമ്പോൾ ദിക്റുണ്ട്, വാരിദായ ദിക്ർ. ആ ദിക്ർ ചൊല്ലിയിട്ടാണ് തവാഫ് തുടങ്ങുന്നത്. അതുപോലെ ഓരോ സ്ഥലത്തും ദിക്റുണ്ട്. അറഫയിൽ ദിക്റുണ്ട്, മിനയിൽ ദിക്റുണ്ട്, മുസ്ദലിഫയിൽ ചൊല്ലാനുള്ള ദിക്റുണ്ട്, മുസ്ദലിഫ വിടുമ്പോഴുള്ള ദിക്റുണ്ട്. എല്ലാ ദിക്റും ഉണ്ട്. പക്ഷേ ചെറുപ്പക്കാരൻ സലാത്താണ് ചൊല്ലുന്നത്. എന്താ മോനെ, ബോധത്തോടെ ആണോ നീ എപ്പോഴും സലാത്ത് ചൊല്ലുന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങളാരാണ്? ഞാൻ സുഫിയാൻ സൗരിയാണ്. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താ മോനെ നീ എല്ലായിടത്തും സലാത്ത് ചൊല്ലുന്നത്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടെയാണ് ഹജ്ജിന് വേണ്ടി വന്നത്. അങ്ങനെ ഞാൻ മക്കയിൽ വന്നപ്പോൾ ഉമ്മാൻ്റെ പള്ളക്ക് ഉമ്മാൻ്റെ വയറിന് അസുഖം ബാധിച്ചു. അവരുടെ മുഖം ഇരുണ്ടു കറുത്തു കരിവാളിച്ചു പോയി. മാരകമായ അസുഖം പിടിച്ചു പോയി. ഞാൻ അവിടെ ദുആ ചെയ്യുമ്പോൾ ഒരു മേഘാവും, ഞാൻ തായോട്ട് വരുമ്പോൾ സുന്ദരനായ ഒരു മനുഷ്യൻ അതിൽ നിന്ന് ഇറങ്ങി വരികയാണ്. വന്നിട്ട് എൻ്റെ ഉമ്മാൻ്റെ പള്ളിയിൽ വാമറ യദാ അല ബക്കരി എന്നിട്ട് അവിടുത്തെ കൈ എൻ്റെ ഉമ്മാൻ്റെ പള്ളിയുടെ മേൽ ഒത്തി നടത്തി. എന്നിട്ട് എൻ്റെ ഉമ്മാൻ്റെ മുഖം ഒന്ന് തടകി. എൻ്റെ ഉമ്മാൻ്റെ അസുഖം മുഴുവനും മാറി, എൻ്റെ ഉമ്മാൻ്റെ പ്രയാസം മുഴുവനും മാറി. ആ മനുഷ്യൻ്റെ കൊതലങ്ങ് ഞാനങ്ങ് പിടിച്ചു. ഞാൻ ദുആ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി പറയുകയാണ്, അന നബിയുക മുഹമ്മദ്, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സ്വലാത്തിൻ്റെ സമ്മാനമായി പ്രയാസം മാറ്റാൻ വന്ന നേതാവാണ്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് അബൂബക്കർ സാഹിബുൽ കാമൂസൽ ഫൈറോസ് ബാദി മഹാനവറുകൾ എഴുതി വെച്ചതാണ് ഞാൻ വായിച്ചത്. ഇതുപോലെ നൂറുകണക്കിന് സംഭവങ്ങൾ കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിയിട്ട് ഹബീബിലേക്കങ്ങൾ അയച്ചു.